പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ചെയ്യുന്ന 10ാം ക്ലാസ്സിലാണ് മാത്സ് 4th ലെസൺ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാകൃതി സമവാക്യങ്ങൾ എന്ന പാഠത്തിലെ 12ാമത്തെ പാർട്ടാണ്. ഓൾറെഡി ഈ പാഠത്തിന്റെ പൂർണ്ണമായ ടെക്സ്റ്റിലെ ചോദ്യങ്ങൾ 10 ഭാഗങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ ചെയ്യുന്നതിനാണ്. അത് 15 ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലെ പാർട്ട് 2ാമത്തെ വീഡിയോ ആണിത്. അതുകൂടാതെ ആദ്യം 3 പാഠങ്ങൾ പൂർണ്ണമായി ചെയ്തു കഴിഞ്ഞു. അതിന്റെ ആദ്യ ഭാഗങ്ങളിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ആവശ്യമുള്ളവർക്ക് നോക്കാം. ഈ പാഠത്തിന്റെയും പൂർണ്ണമായ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ആവശ്യമുള്ളവർക്ക് നോക്കാം. എന്റെ ഈ ചാനൽ പുതുതായി സന്ദർശിക്കുന്നവർക്ക്, ആദ്യമായി പഠിക്കാൻ തുടങ്ങുന്നവർക്കും ഈ ലിങ്കുകൾ സന്ദർശിച്ച് പഠിക്കാവുന്നതാണ്. കൂടുതൽ സമയം കളയാനില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യ ചോദ്യം വായിക്കാം. ഇത് 2019 SSLC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. എക്സ് ഒരു എണ്ണൽ സംഖ്യ ആയാൽ 3 ഓപ്ഷൻ ഉണ്ട്. എ ബി സി. എ എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സിനോട് ഏത് സംഖ്യ കൂട്ടിയാൽ ഒരു പൂർണ്ണവർഗം കിട്ടും? ബി എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് 16 ഒരു പൂർണ്ണവർഗം ആകണമെങ്കിൽ എ ഏതു സംഖ്യയാകണം? സി എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി ഒരു പൂർണ്ണവർഗമാണെങ്കിൽ എ സ്ക്വയർ സമം 4b എന്ന് തെളിയിക്കുക. ഇതാണ് ചോദ്യം. ചോദ്യം എല്ലാം എഴുതിയെടുക്കുക. നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. ഇഫ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എ, വാട്ട് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു എക്സ് സ്ക്വയർ പ്ലസ് 6x ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ? ബി ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് 16 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ, വിച്ച് നമ്പർ ഈസ് എ? സി ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ, പ്രൂവ് ദാറ്റ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4b. ഇതാണ് ചോദ്യം. ചോദ്യം എല്ലാം എഴുതിയെടുക്കാൻ നമുക്ക് ചെയ്യാം. അതായത് എന്താണ് ചോദ്യം? എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ്, അഥവാ എണ്ണൽ സംഖ്യയാണ്. അപ്പൊ അതിന്റെ ആദ്യത്തിലേക്ക് പോകാം. നമുക്ക് എയിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 6x ഇതിനോട് എന്ത് കൂടെ കൂട്ടിയാൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സിനോട് എന്ത് കൂട്ടിയാൽ ഇതൊരു പൂർണ്ണവർഗം ആകും. ഓക്കെ, ഇത് നമ്മൾ വർഗം തികയ്ക്കണം. പൂർണ്ണവർഗം ആകും എന്ത് കൂട്ടിയാൽ. ഇതേതാണ്? സ്ക്വയർ കംപ്ലീഷൻ ആണ്. സമത്തിന് അപ്പുറത്താരും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ എന്താണ് ചെയ്തു വന്നിരുന്നത്? അതിലെ എക്സിന്റെ 1/3 ഗുണോത്തരത്തിന്റെ പകുതിയുടെ സ്ക്വയർ, അതല്ലേ നമ്മളിവിടെ കൂട്ടുക. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഏത് രൂപത്തിലാണ് ഈ തന്നിരിക്കുന്നത്? ഇതിപ്പോ എ സ്ക്വയർ പ്ലസ് 2ab ആണ്. ഇനി ഇപ്പുറത്ത് വേണ്ടത് ബി സ്ക്വയർ ആണ്. ആ ബി സ്ക്വയർ കണ്ടു. ആ ബി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ എക്സിന്റെ ഗുണോത്തരത്തിന്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം നമ്പർ ടു ബി ആഡഡ് to get a perfect square. ഒരു പൂർണ്ണവർഗം ലഭിക്കാൻ കൂട്ടേണ്ട തുക. ഒരു പൂർണ്ണവർഗം ലഭിക്കാൻ കൂട്ടേണ്ട തുക. ആ കൂട്ടേണ്ട തുക ആരായിരിക്കും? 6ന്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ 6/2 എന്ന് പറയുന്നത് എന്താണ്? 3 സ്ക്വയർ സമം 9 ഇതിൽ കൂട്ടേണ്ടത്. അപ്പൊ എയുടെ ഉത്തരം കഴിഞ്ഞു. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആണ്. അടുത്ത നമുക്ക് ബിയിലേക്ക് പോകാം. എന്താണ് ബിയിൽ കണ്ടുപിടിക്കാനുള്ളത്? എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് 16 ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകണമെങ്കിൽ എയുടെ വില എന്തായിരിക്കണം? ഇതാണ് ബിയുടെ ചോദ്യം. ഓക്കെ, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എയുടെ വില എന്താണ്? ഓക്കെ, ഇവിടെ നോക്കൂ, രണ്ടക്കത്തെ സ്ക്വയർ അല്ലേ എക്സ്. ഇവിടെ എക്സിന്റെ സ്ക്വയർ, ഇവിടെ 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ. അപ്പൊ സത്യത്തിൽ ഇത് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതാം. ഇതിന്റെ സ്ക്വയർ കൊണ്ട് ആദ്യം എഴുതി, ഈ 16ന്റെ സ്ക്വയർ കൊണ്ട് രണ്ടാമത് എഴുതി. സമം എന്താണ് വരുന്നത്? അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് നടുക്ക് 2ab ആണല്ലോ, 2 ഇൻറ്റു ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സ്, പിന്നെ ബിയുടെ സ്ഥാനത്ത് ആരാണ്? 4 ഇൻറ്റു 4 പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയറിന്റെ സ്ഥാനത്താണ് 4 സ്ക്വയർ. ഈ രൂപത്തിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ് ഇതിപ്പോ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab. 2 ഇൻറ്റു എയുടെ സ്ഥാനത്താണ് എക്സ് ഇൻറ്റു ബിയുടെ സ്ഥാനത്താണ് 4 പ്ലസ് ബി സ്ക്വയർ. അതാണല്ലോ എന്റെ സൂത്രവാക്യം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ആ രൂപത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നോക്കൂ, ഇത് തന്നെയല്ലേ ഇക്വേഷൻ. നോക്ക്, എക്സ് സ്ക്വയർ ഇവിടെയുണ്ട്, ഇങ്ങനത്തെ 4 സ്ക്വയർ ഉണ്ട്. അപ്പൊ നടുക്കിടക്കുന്ന ഈ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4 ആണ് എ എക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് എടുത്ത് എഴുതാം. എ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4 ആണ്, അഥവാ 4 2 8x ആണ്. കണ്ടോ? അപ്പൊ എ എക്സ് സമം 8x. അപ്പൊ എയുടെ വില എന്താണ്? എയുടെ ഇവിടെ എക്സും എക്സും ഒരേപോലെ നമുക്ക് പോയി കഴിഞ്ഞാൽ മിച്ചമുള്ളത് എ സമം 8 അല്ലേ? അപ്പൊ എ സമം 8 ആണ്. അപ്പൊ ബിയുടെ ഉത്തരം കഴിഞ്ഞു. നമുക്ക് സിയിലേക്ക് പോവാം. എക്സ് സ്ക്വയർ പ്ലസ്
ax plus b is a perfect square എന്നാണ് സിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പൂർണ്ണവർഗം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് ഇതിനകത്ത്? a square is equal to 4b എന്നാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? സിയുടെ കേസിൽ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് തൂക്കാൻ പോവാണ്. എല്ലാവരും എഴുതി എടുക്കുക. ഓക്കെ, അപ്പൊ ചോദ്യം നോക്കുക. എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് വിപുലീകരിച്ച് എഴുതി നോക്കാം. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ്, ഓക്കെ, ഈ ബി എങ്ങനെ വന്നതാണ്? ഈ എയുടെ സത്യത്തിൽ ബി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാണ്? നമ്മളിപ്പോ ഈ ബി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്ത് എഴുതിയാണ്? ശ്രദ്ധിക്കുക, എയുടെ പകുതി എക്സിന്റെ ഗുണോത്തരമായി എയുടെ പകുതിയുടെ സ്ക്വയറല്ലേ ബിയുടെ സ്ഥാനം നമ്മൾ എഴുതുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്ത് എഴുതും? ഇവിടെ എ എക്സ് എന്ന് എഴുതും പ്ലസ് ഇവിടെ എഴുതുന്നത് എന്താണ്? എയുടെ പകുതിയുടെ സ്ക്വയർ ആണ് നമ്മളിവിടെ സത്യത്തിൽ എഴുതുന്നത്. അതാണ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? അതായത് നമ്മൾ അങ്ങനെ എഴുതി. ഇപ്പൊ ബി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയത്? എക്സിന്റെ ഗുണോത്തരമായ എയുടെ പകുതിയുടെ സ്ക്വയർ ആണ് അപൂർണവർഗം തികയ്ക്കാൻ വേണ്ടി നമ്മൾ 0 കൃതിയുടെ സ്ഥാനത്ത് എഴുതുന്നത്. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ a/2 ദ ഹോൾ സ്ക്വയർ ആണ്. നമുക്ക് അവിടെ താഴെ എടുത്തെഴുതാം b is equal to a/2 ദ ഹോൾ സ്ക്വയർ. അതല്ലേ ബിയുടെ സ്ഥാനത്ത് വന്നത്. അപ്പോ സമം ദൂരം ഇവിടെ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ എക്കും സ്ക്വയർ ഉണ്ട്, 2നും സ്ക്വയർ ഉണ്ടെന്നാണ്. അപ്പം a²/4 താഴെ എഴുതാം. അപ്പൊ b സമം a²/4 എന്ന് വന്നു. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. കണ്ടോ, a² താഴെ ഇവിടെ b/1 എന്നാണ്. ഒരു സംഖ്യ ഫ്രാക്ഷൻ അല്ലെങ്കിൽ അത് /1 ഉണ്ടെന്നാണ്. ഓക്കെ, അപ്പൊ ആ a² ഈ താഴെയുള്ള 1 കൊണ്ടാണ് ഗുണിക്കുന്നത്. അപ്പൊ a² സമം 4ab 4b. ഇതാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മളത് പ്രൂവ് ചെയ്ത് എല്ലാവരും എഴുതിയെടുക്കുക. അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ മറ്റൊരു ചോദ്യമാണ്. 15ാം നമ്പർ ക്വസ്റ്റ്യൻ ആണ്. സമചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിന്റെ കിഴക്ക് ഭാഗത്ത് നിന്നും 2 മീറ്റർ വീതിയിൽ കുറച്ച് സ്ഥലം ചിത്രത്തിൽ കാണുന്നത് പോലെ റോഡിന് വേണ്ടി ഏറ്റെടുത്തു. ബാക്കിയുള്ള കളിസ്ഥലത്തിന്റെ പരപ്പളവ് 440 ചതുരശ്ര മീറ്റർ ആണ്. അതായത് ആ ഏറ്റെടുത്തതാണ് അവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷമുള്ള ബാക്കി ഭാഗത്തിന്റെ പരപ്പളവാണ് 440 ചതുരശ്ര മീറ്റർ. ഓക്കെ, എന്നിട്ട് 2 ചോദ്യമുണ്ട്. എ, ഇപ്പോൾ കളിസ്ഥലം ഏത് ആകൃതിയിലാണ്? ബി, ഇപ്പോഴുള്ള കളിസ്ഥലത്തിന്റെ നീളം കണക്കാക്കുക. ഈ 2 ചോദ്യമാണ് കണ്ടുപിടിക്കുന്നത്. ചോദ്യം എല്ലാവരും എഴുതിയെടുക്കാൻ നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. ലാൻഡ് ഈസ് അക്വയർഡ് ഫോർ റോഡ് വൈഡനിങ് ഫ്രം എ സ്ക്വയർ ഗ്രൗണ്ട് as shown in the figure. The width of the acquired land is 2 meters. Area of the remaining ground is 440 square meters. രണ്ട് ഓപ്ഷൻ ഉണ്ട്, എയും ബിയും. എ, what is the shape of the remaining ground? ബി, what is the length of the remaining ground? ഓക്കെ, ചോദ്യം എല്ലാവരും എഴുതിയെടുക്കാൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതായിരുന്നു ചോദ്യത്തിലെ പടം. ഒരു സ്ക്വയർ ഗ്രൗണ്ട് ആയിരുന്നു. കണ്ടോ, ഒരു സമചതുരത്തിലെ ഗ്രൗണ്ട് ആയിരുന്നു. ആ ഗ്രൗണ്ടിന്റെ കിഴക്കേറ്റത് ഇതായിരിക്കാം കിഴക്ക്. ഓക്കെ, അല്ലെങ്കിൽ വലതുവശത്താണല്ലോ കിഴക്ക് ഒരു മാപ്പ് എടുത്താലും. അപ്പൊ അതിന്റെ കിഴക്കേ അറ്റത്ത് നിന്ന് 2 മീറ്റർ വീതിയിൽ റോഡിന് വേണ്ടി ഏറ്റെടുത്തു. അപ്പൊ ഇതിന്റെ വീതി 2 മീറ്റർ ആണ്. ഓക്കെ, അപ്പോ അവശേഷിച്ച ഭാഗത്തിന്റെ ഷേപ്പ് എന്താണ്? കണ്ടോ, ഒരു സമചതുരത്തിന്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്താൽ ബാക്കി കിട്ടുന്നത് എന്താണ്? ചതുരമായിരിക്കും. അപ്പൊ എയുടെ ആൻസർ നമുക്ക് ഇപ്പൊ തന്നെ എഴുതാം. എ എന്താണ്? എയുടെ ഉത്തരം എ റെക്ടാങ്കിൾ, ചതുരം. അതാണ് ഇതിന്റെ ഉത്തരം. അവശേഷിക്കുന്ന ഭാഗത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ട് ആ രൂപത്തിന്റെ പേരെന്താണ്? റെക്ടാങ്കിൾ, ഒരു ചതുരമാണ്. ഓക്കെ, എയുടെ ആൻസർ ആയി. ഇനി നമുക്ക് ബി എഴുതാം. ഇനി ബിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ അവശേഷിക്കുന്ന ഭാഗത്തിന്റെ ഏരിയ 440 ചതുരശ്ര മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നീളം എന്താണ്? നീളം എന്ന് പറയുമ്പോൾ ഇതിൽ നീളം കൂടിയതാണ് കേട്ടോ. അതായത് ഇതായിരിക്കും നീളം. ഇതിപ്പോ കുറഞ്ഞില്ലേ? കാരണം ഇവിടുന്ന് 2 മീറ്റർ എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗമാണ് ഇപ്പൊ ഇതിന്റെ, അതിനെ വീതി നമ്മൾ പറയുക. അതിപ്പോ കുറഞ്ഞ നീളത്തെക്കാൾ കുറവായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഇതിന്റെ നീളത്തെ എക്സ് എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയും എക്സ് തന്നെയാണല്ലോ. അപ്പൊ ആ എക്സിൽ നിന്നാണ് ഈ 2 മീറ്റർ പോയത്. അപ്പൊ ഈ ഭാഗം x-2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നീളം എക്സ് എന്ന് കിട്ടി, വീതി x-2 എന്ന് കിട്ടി. ഈ നീളവും വീതിയും കൂടെ ഗുണിച്ചപ്പോഴായിരിക്കുമല്ലോ 440 കിട്ടിയത്. കാരണം ചതുരത്തിന്റെ ഏരിയ, ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ആ ഏരിയ വെച്ചുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. If the length is equal to x, breadth എന്തായിരിക്കും? അതിന്റെ breadth എന്ന് പറയുന്നത് x-2 ആയിരിക്കും. ഓക്കെ, ഇനി അതിന്റെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ കാണാനുള്ള സൂത്രം എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് x ഇൻറ്റു x-2. ഇതാണ് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്. അത് രണ്ടും കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്? 440 മീറ്റർ സ്ക്വയർ. ഓക്കെ,
നമുക്ക് ഇത് വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി എളുപ്പമാണ് ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഐഡിയ. ഇനി വെറും കാൽക്കുലേഷൻ മാത്രമാണ്. നമ്മൾ ഇതിന് മുമ്പ് പല വീഡിയോസിൽ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ഈ സൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എക്സിനെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ എക്സ് സ്ക്വയർ, എക്സിനെ -2 കൊണ്ട് ഗുണിച്ചാൽ -2x സമം 440. വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്, ഈ 440 അവിടെ ഇട്ട് തന്നെ ചെയ്യാം. ഉണ്ടോ? ഇവിടെ ഇപ്പൊ രണ്ടാം കൃതി ഒന്നാം കൃതി 0 കൃതിയുടെ സ്ഥാനത്തില്ല. അല്ലെങ്കിൽ ആ 440 കൂടി ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പൊ -440 എന്നിട്ട് അപ്പുറത്ത് 0 എഴുതുക. എന്നിട്ട് എ ബി സി എ സമം 1, ബി സമം -2, സി സമം -440 അങ്ങനെ എഴുതി ചെയ്യുക. ഏതാണ് എളുപ്പം? എപ്പോഴും സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ആയിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് മെത്തേഡ് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം. ഓക്കെ, ഈ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിന് ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണത്? ആ രണ്ടാം കൃതിയുടെ ഗുണോത്തരം ഗുണിതം കേട്ടോ, അത് +1 ആയിരിക്കും. ഇതിന്റെ ഗുണിതം +1 അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാം. അപ്പൊ നമുക്കത് എഴുതി കൊടുക്കാം. x² -2x. ഓക്കെ, എന്താണ് നമ്മളിവിടെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ വേണ്ടി എഴുതി കൊടുക്കുന്ന സംഖ്യ? എക്സിന്റെ ഗുണിതമായ 2ന്റെ പകുതിയുടെ സ്ക്വയർ. 2ന്റെ പകുതി 1 ആണ്. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. അത് തന്നെ വലതുവശത്തും കൂട്ടുക. 440 + 1. അപ്പൊ ഉത്തരം എന്തായി? 441 വരില്ലേ? 441 എന്ന് പറയുന്നത് 21ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്, ഈ x² സ്ക്വയർ റൂട്ട് x എന്ന് എഴുതാം. ഇവിടെ -1 ആണ്, ഇവിടെ മൈനസ് വരും. ഓക്കെ, ഇവിടെ എല്ലാം പ്ലസ് ആയിരുന്നു, ഇവിടെ +1 തന്നെ. ഈ 1ന്റെ സ്ക്വയർ റൂട്ട് 1 തന്നെ അല്ലേ? അപ്പൊ x - 1 ഹോൾ സ്ക്വയറിന്റെ വിപുലീകരിച്ച രൂപമാണ് ഇത് കേട്ടോ. അപ്പൊ അതിനെ ഷോർട്ട് ആക്കി നമ്മൾ x - 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതി സമം 441. ഓക്കെ, അപ്പൊ അടുത്ത സ്ക്വയർ മാറ്റാം. x - 1 സമം റൂട്ട് ഓഫ് ± ഇടാം വേണമെങ്കിൽ 441 സമം ± 21. കണ്ടോ? 441 എന്ന് പറയുന്നത് 21ന്റെ സ്ക്വയർ റൂട്ട് ആണല്ലോ. ബാക്കി നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ x - 1 സമം ± 21. അപ്പൊ x = ഈ എക്സിന്റെ കൂടെയുള്ള -1 നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ ± 21. ഈ -1 അപ്പുറത്ത് വരുമ്പോ +1 ആണ്. ഓക്കെ, ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. x സമം +21 + 1 ഓർ -21 + 1. ഓക്കെ, ഇപ്പൊ രണ്ട് അളവായി. = 21 കൂടുമ്പോൾ 22 ഓർ -21 ഇവിടെ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ്. അപ്പൊ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. അപ്പൊ 20 വരും. ഓക്കെ, 21 എന്ന് പറഞ്ഞിട്ട് 20 വലുതിന്റെ ചിഹ്നം മൈനസ് ആണ്. ഇവിടെ ഈ നെഗറ്റീവ് വാല്യൂ ഇൻഅഡ്മിസിബിൾ ആണ്. എന്തുകൊണ്ടാണ്? നോക്കിക്കോ, ഒരു വശത്തിന്റെ നീളമാണ്. ഒരു നീളം ഒരിക്കലും നെഗറ്റീവ് ആണ്. നെഗറ്റീവിന്റെ അർത്ഥം 0-ത്തേക്കാൾ കുറവാണ്. 0-ത്തേക്കാൾ കുറവ് നീളമുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടാകും? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ ഈസ് ഇൻഅഡ്മിസിബിൾ. അത് എഴുതണം. അപ്പൊ എല്ലാ കണക്കിന്റെ നെഗറ്റീവ് വാല്യൂ ഇൻഅഡ്മിസിബിൾ ആകില്ല. അതിന് ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടാകണം കേട്ടോ. അങ്ങനെ കാരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ഇൻഅഡ്മിസിബിൾ ആക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആണ്. അപ്പൊ നെഗറ്റീവ് വാല്യൂ ഈസ് ഇൻഅഡ്മിസിബിൾ. നെഗറ്റീവ് വില സ്വീകാര്യമല്ല എന്ന് എഴുതണം. Therefore, അപ്പൊ x എന്തായിരുന്നു? 22 അല്ലേ? 22 എന്തായിരുന്നു? അതായത് നമ്മുടെ ആ ഗ്രൗണ്ടിന്റെ നീളമായിരുന്നു. ലെങ്ത് ഓഫ് ഗ്രൗണ്ട്. ലെങ്ത് ഓഫ് ഗ്രൗണ്ട് ഈസ് ഇക്വൽ ടു x സമം 22 മീറ്റർ. ഇതാണ് ഇതിന്റെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായില്ല? എഴുതിയെടുക്കുക. അടുത്ത ചോദ്യം 2019 മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ഫെബ്രുവരി മാസത്തിലെ. ഓക്കെ, അതിലെ 18ാമത്തെ ചോദ്യമാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ. അംശം 1ആയ 2 ഭിന്നസംഖ്യകളുടെ തുക 12/5 ആണ്. അവയിൽ ഒരു ഭിന്നസംഖ്യയുടെ ഛേദം മറ്റേതിന്റെ ഛേദത്തെക്കാൾ 2 കൂടുതലാണ്. ഓക്കെ, എങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. എ, ഈ വിവരങ്ങളെ ഒരു ബീജഗണിത സമവാക്യം കൊണ്ട് സൂചിപ്പിക്കുക. ബി, ഈ ഭിന്നസംഖ്യകൾ ഏതൊക്കെയാണ്? ഇതാണ് ചോദ്യം. ചോദ്യം എല്ലാവരും എഴുതിയത്. നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. കൺസിഡർ 2 fractions having numerator 1. കണ്ടോ, 2 ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ 1 ആണ് കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്തോണം. The denominator of one fraction is 2 more than the denominator of the other. അതായത് ഡിനോമിനേറ്റർ ഒരു ഫ്രാക്ഷനേക്കാൾ 2 കൂടുതലാണ് മറ്റേ ഫ്രാക്ഷന്റെ. സം ഓഫ് ദീസ് ഫ്രാക്ഷൻസ് ഈസ്, ഈ ഫ്രാക്ഷനുകളുടെ തുക എത്രയാണ്? ഈസ് 5/12 ആണ്. Then A, write the above fact as an algebraic equation. ഇതിനെ ഒരു algebraic equation ആയിട്ട് എഴുതുക. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നെയാണ് algebraic equation എന്ന് പറയുന്നത്. B, find the fractions. എന്നിട്ട് ആ ഫ്രാക്ഷൻ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ചോദ്യം എല്ലാവരും എഴുതിയെടുക്കാം. നമുക്ക് ചെയ്യാം. അപ്പൊ എന്താണ് ചോദ്യം? 2 ഫ്രാക്ഷൻസ് ഉണ്ട്. ആ 2 ഫ്രാക്ഷൻസിന്റെ ന്യൂമറേറ്റർ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഡിനോമിനേറ്റർ 1നേക്കാൾ 2 കൂടുതലാണ് അടുത്തത്. ഓക്കെ, അപ്പൊ 1നേക്കാൾ 2 കൂടുതൽ. അപ്പൊ അതിൽ 1നെ നമ്മൾ x എന്ന് സങ്കല്പിക്കും. ഇങ്ങനെ കാൾ ദാൻ ചേർത്ത് പറയുന്നത് നമ്മൾ x എന്ന് സങ്കല്പിക്കുന്നത്. അപ്പൊ
ഓക്കെ, അപ്പൊ അതിൽ ഒരു ഡിനോമിനേറ്ററിനെ നമ്മൾ എക്സ് എന്ന് സങ്കല്പിച്ചാൽ അടുത്ത ഡിനോമിനേറ്റർ എക്സ് പ്ലസ് ടു ആയിരിക്കും. രണ്ട് കൂടുതലാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ടിന്റെ ന്യൂമറേറ്റർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പൊ നമുക്ക് എഴുതാം if the denominators are x and x plus 2. കണ്ടോ? അപ്പൊ ഡിനോമിനേറ്റേഴ്സിനെ നമ്മൾ എന്തായിട്ട് സങ്കല്പിച്ചു? എക്സ് എന്നും ഒന്നിനെ എക്സ് എന്നും മറ്റേതിനെ എക്സ് പ്ലസ് എന്നും. വേണേ മറ്റു രീതിയിൽ എഴുതാം. ഇഫ് ദ ഡിനോമിനേറ്റർ ഓഫ് ഫസ്റ്റ് ഫ്രാക്ഷൻ ഇസ് എക്സ്, ഡിനോമിനേറ്റർ ഓഫ് സെക്കൻഡ് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. അങ്ങനെ വേണേലും എഴുതാം, എന്നാൽ കുഴപ്പമില്ല. അപ്പം മലയാള പഠ്യത്തിൽ എങ്ങനെ എഴുതുക? ഛേദങ്ങൾ എക്സ് കോമ എക്സ് പ്ലസ് 2 ആയാൽ. കണ്ടോ, ഛേദങ്ങളെ നമ്മൾ സങ്കല്പിച്ചു ഇവിടെ എക്സും എക്സ് പ്ലസ് 2 ഇതിന്റെ അംശങ്ങൾ പണ്ടാണെന്ന് ചോദ്യത്തിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ആലോചിച്ച് നോക്കാം. ഇനി ആ ഫ്രാക്ഷൻസ് എഴുതാം. ഇതിന്റെ ഫ്രാക്ഷൻസ് ആരൊക്കെയാണ്? ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ ആരൊക്കെയായിരിക്കും? 1/x-ഉം 1/x+2 ആയിരിക്കും ആ ഫ്രാക്ഷൻസ്. കണ്ടോ, അപ്പൊ ഡിനോമിനേറ്റേഴ്സ് എക്സും എക്സ് പ്ലസ് 2 ആണെങ്കിൽ ഫ്രാക്ഷൻസ് 1/x-ഉം 1/x+2. കാരണം ന്യൂമറേറ്റർ 1 ആണെന്ന് അവർ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ സം, ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ, ഈ രണ്ട് ഫ്രാക്ഷൻസും കൂടെ കൂട്ടിയപ്പോൾ, അതായത് 1/x-ഉം 1/x+2 കൂടെ കൂട്ടിയപ്പോൾ എന്ത് കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 5/12 കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 5/12. ഇനി ഇത് ക്രിയേറ്റ് ചെയ്താൽ മാത്രം ഇത്രയേ ഉള്ളൂ ചോദ്യത്തിന്റെ ഐഡിയ. ഇനി അങ്ങോട്ട് കാൽക്കുലേഷൻ മാത്രമാണ്. ഈ ഐഡിയ തെറ്റാൻ പാടില്ല. ഇവിടെ വരെ കൃത്യമായിട്ട് ചെയ്താൽ പിന്നെ കാൽക്കുലേഷൻ അറിയാവുന്ന രീതി ഈസി ആയിട്ട് ചെയ്യും. ഓക്കെ, ഇനി എങ്ങനെയാണ് ചെയ്തിരുന്നത്? നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഇതുപോലൊരു ഫ്രാക്ഷൻ വന്നിരുന്ന കണക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രാക്ഷൻ വരുന്ന കണക്ക് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ മോഡൽ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. കണ്ടോ, ഒന്നിനെ എക്സ് പ്ലസ് 2 കൊണ്ട് ഗുണിക്കാം. അപ്പൊ എക്സ് പ്ലസ് 2 തന്നെയല്ലേ? ഇവിടെ നടുക്കത്തെ ചിഹ്നം ഇടണം. അടുത്ത ഈ ഒന്നിനെ എക്സ് കൊണ്ട് ഗുണിക്കാം. അപ്പൊ എക്സ് തന്നെ. താഴെ എന്ത് ചെയ്യണം? ഇങ്ങനെ ഗുണിച്ച് കണ്ടോ, താഴെ എന്നിട്ട് ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കണം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് വരും സമം 5/12. ഇത് അങ്ങനെ കൊടുക്കണം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഇത് മുകളിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ ഒരേപോലെ ചരം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണം. ഇവിടെ എക്സും എക്സും കൂടെ കൂട്ടാനുള്ളത് കേട്ടോ. അപ്പൊ ഒരെക്സും കൂടെ കൂട്ടിയാൽ എന്ത് വരും? 2x വരും. ഈ രണ്ടിനെ അങ്ങനെ എഴുതുക. 2x പ്ലസ് 2 ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റിന് അകത്തുള്ളതിനെ ബ്രാക്കറ്റിന് പുറത്തുള്ള കൊണ്ട് ഗുണിച്ചു വയ്ക്കാം. എക്സിനെ എക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ എക്സിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2x. അപ്പൊ ഇവിടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ LHS നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ റൈറ്റ് സൈഡിലുള്ള എഴുതാം 5/12. ഇനി വീണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. നടുക്ക് ഈക്വൽ ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻ ഈക്വൽ ആണെന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, അതായത് 2x പ്ലസ് 2നെ 12 കൊണ്ട് ഗുണിക്കുന്നത് 5നെ x² പ്ലസ് 2x കൊണ്ട് ഗുണിക്കുന്നത്. നമുക്ക് ആദ്യം ഇത് ഗുണിക്കാം. കാരണം എന്താണ്? ഇവിടെയാണ് x² ഉള്ളത്, അതല്ലേ ആദ്യം വരുന്നത്. അതുകൊണ്ട് ഇത് ചെയ്യാം. ഇത് മുകളിലായിരുന്നു ഇത് ഇങ്ങനെ ഗുണിച്ച് ആദ്യം എഴുതിയേനെ. ഓക്കെ, അതിന് തകരാറില്ല. അപ്പൊ x² പ്ലസ് 2x-നെ 5 കൊണ്ട് ഗുണിക്കണം കേട്ടോ. 5 ഇൻറ്റു x² പ്ലസ് 2x നടുക്കുള്ള ചിഹ്നം ഇടുക സമം ഈ 12നെ ഇതുകൊണ്ട് ഗുണിക്കണം. അപ്പൊ 12 ഇൻറ്റു 2x പ്ലസ് 2. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ല. ബാക്കി ഇവിടെ എഴുതാം. അടുത്തത് 5നെ ഇനി ഉണ്ടോ ബ്രാക്കറ്റിന് പുറത്തൊരു സംഖ്യ, ബ്രാക്കറ്റിനകത്ത് 2 സംഖ്യ. ഇനി ഉള്ളിലുള്ള ഓരോന്നിനെയും ഗുണിക്കുക. ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പൊ 5നെ x² കൊണ്ട് ഗുണിച്ചാൽ 5x². 5നെ പ്ലസ് 2x ഗുണിച്ചാൽ ചിഹ്നം ശ്രദ്ധിച്ചോണം കേട്ടോ. i2 10 10x ഈസിക്വൽ ടു 12നെ 2x കൊണ്ട് ഗുണിച്ചാൽ 24x. 12നെ പ്ലസ് 2 കൊണ്ട് ഗുണിച്ചാൽ 24. ഓക്കെ, ഇനി എന്താ ചെയ്യുക? ഇനി നമുക്ക് അവിടെയുള്ളതിനെ എല്ലാം ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ 0 മാത്രം ആക്കിയത്. അങ്ങനെയല്ലേ ചെയ്തു വരുന്നത്. ഓക്കെ, അപ്പൊ 5x² പ്ലസ് 10x. അവിടെയുള്ള പ്ലസ് 24x ഇപ്പുറത്ത് വന്നപ്പോ മൈനസ് 24x ആയി. പ്ലസ് 24 ഇവിടെ വന്നപ്പോ മൈനസ് 24. അപ്പൊ അവിടെ ആരുമില്ല, അവിടെ 0 ആയി. ഓക്കെ, എഴുതിയല്ലോ. ഇനി ഒരേ ചരമുള്ളത് വല്ലതുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യണം. x² ഉള്ള ആരുമില്ല ഇവിടെ ഉണ്ടോ, രണ്ടാം കൃതിയുള്ള ആരുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ വർഗം തെളിയിക്കൽ മെത്തേഡ് നടക്കും തോന്നുന്നില്ല. കാരണം x²ന്റെ ഗുണിതം കണ്ടോ 5 ആണ്. പ്ലസ് 1 വന്നാലും നടക്കുള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ ABC തന്നെ നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ആ മെത്തേഡ് നോക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഈ എക്സിനെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 24 അപ്പുറത്തിട്ട് നമുക്ക് നോക്കിയാൽ മതിയായിരുന്നു. ഇവിടെ 5ന്റെ ഗുണിതം അല്ല 24 ഒക്കെ നോക്കുമ്പോൾ വെട്ടിപ്പോകില്ല. അത് കാരണം ഇങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ABC മെത്തേഡ് ചെയ്യും, ഇക്വേഷൻ മെത്തേഡ് ചെയ്യാം. അപ്പൊ 5x² പ്ലസ് 10x മൈനസ് 24. അപ്പം 1 പോസിറ്റീവ് നെഗറ്റീവ് വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. 24 ഇത് 10 കുറച്ചാൽ 14. 14x വലുതിന്റെ ചിഹ്നം മൈനസ്. കണ്ടോ, ഈ 5 14 ഇത് 5നെ 5 വെച്ച് വെട്ടിക്കളഞ്ഞ് നമുക്ക് x² ആക്കാന്ന് വെച്ചാൽ 14 നമുക്ക് 5 വെച്ച് വെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ സാധ്യത ഇവിടെ 5x² തന്നെയാണ്.
ഈ -24 അങ്ങനെ എഴുതുക സമം 0. ഇതാണ് എയുടെ ഉത്തരം. ഇത്രയും ഇത് നമ്മൾ എ ആയിരുന്നു. എയിൽ എന്തായിരുന്നു? ഈ ഫാക്ട് ഒരു അൾജിബ്രൈക് ഇക്വേഷൻ ആയിട്ട് എഴുതാനാവും. അപ്പൊ നമ്മൾ അൾജിബ്രൈക് ഇക്വേഷൻ കണ്ടുപിടിച്ചു 5x² - 14x = -24 = 0. ഒന്ന് എഴുതാൻ അൾജിബ്രൈക് ഇക്വേഷൻ ഒന്നും എഴുതുമെന്ന് വേണ്ട. ഇത് തന്നെയാണ് എയുടെ ആൻസർ. ഇനി നമുക്ക് ബിയിലേക്ക് പോകാം. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ആ ഛേദങ്ങൾ കണ്ടുപിടിക്കാനല്ലേ. ഇനി നമ്മൾ ABC ഇട്ട് കണ്ടുപിടിക്കുക. അതാണ് ബിയുടെ ആൻസർ. ഓക്കെ, ഇത് തൂക്കാൻ പോകണം. എല്ലാവരും എഴുതിയെടുക്കുക. അടുത്ത നമ്മൾ ബി ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 5x² - 14x - 24 = 0. അപ്പൊ എ സമം 5 ഉണ്ടാവും. ബി സമം -14, സി സമം -24. ചിഹ്നം എടുത്തെഴുതാൻ മറന്നു പോയത് കേട്ടോ. ഓക്കെ, അടുത്ത നമ്മൾ എന്താ കണ്ടുപിടിക്കുക? b² - 4ac ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കുക അല്ലെ. ഓക്കെ, b² എന്ന് പറയുമ്പോൾ -14 സ്ക്വയർ -4 ഇൻറ്റു എ എത്രയാണ്? 5 ആണ്. 5 ഇൻറ്റു സി 4ac എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു എ ഇൻറ്റു സി ആണ്. അപ്പൊ 4 ഇൻറ്റു 5 ഇൻറ്റു സി എത്രയാണ്? -24. ഓക്കെ, -14 സ്ക്വയർ +14 സ്ക്വയർ ആണെങ്കിലും -14 സ്ക്വയർ ആണെങ്കിൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ 196. ഇവിടെ 2 മൈനസ് ഉണ്ടല്ലോ. അടുത്തത് ശ്രദ്ധിച്ചോണം. ഇവിടെ മിക്ക പിള്ളേർ തെറ്റിക്കാറുണ്ട്. ഇങ്ങനെ ഈ മൈനസ് ഇട്ട് വയ്ക്കും. അപ്പൊ ആൻസർ കിട്ടും. അപ്പൊ അവിടെ 2 മൈനസ് വരാണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും ഇവിടെ. അപ്പൊ 14 20 ഉണ്ടാവും. 20ന് 24 കൊണ്ട് ഗുണിക്കുമ്പോൾ 480 കിട്ടും. ഓക്കെ, 480 + 196 സമം 676 കിട്ടും. ശരിയല്ലേ? 0 6 6 9 7 17 7 ശിഷ്ടം 1 1 2 2 4 6. ഓക്കെ, അപ്പൊ 676 b² - 4ac ഇത് 26ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, നമുക്ക് ഇനി ബാക്കി എഴുതാം. പിന്നെ അടുത്ത എന്താണ്? എക്സ് സമം സൂത്രം എഴുതണ്ടേ? -b ± √b² - 4ac/2a. അതിൽ വില ഇട്ട് കൊടുക്കാം. -b b സമം -14. അപ്പൊ -b + 14 ചിഹ്നം തിരിയും. ± ഇവിടെ എന്താണ് ചിഹ്നം? ഇവിടെ -b. അപ്പൊ b എന്താണ് ചിഹ്നം തിരിയത്? +14 ആയിരുന്നു. ഇവിടെ -14 നേടിയാണ്. ഇവിടെ -14 ആയിരുന്നു. ഇവിടെ +14. ഇവിടെ ഇക്വേഷൻ -b വന്നതുകൊണ്ടാണ്. ഓക്കെ, റൂട്ട് എന്താണ്? 676 കണ്ടോ. b² - 4ac സ്ഥാനം നമ്മൾ കണ്ടുപിടിച്ചു. 676/2a 2 ഇൻറ്റു 5 a = 5 ആണല്ലോ. അപ്പൊ 2a നമുക്ക് 2 ഇൻറ്റു 5. ഓക്കെ, അപ്പൊ 14 പ്ലസ് ഓർ മൈനസ് റൂട്ട് 676 നമുക്ക് കണ്ടുപിടിക്കാം. അത് 26 ആണ്. ഓക്കെ, 26/10 2 ഇൻറ്റു 5 10 ആണ്. ഇനി നമുക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്യാം. x = 14 + 26/10 ഓർ 14 - 26/10. കണ്ടോ, ഒരു സ്ഥലത്ത് +26 വന്നു, ഒരു സ്ഥലത്ത് -26. മറ്റു രണ്ടിനും മാറ്റമില്ല. 14 10 അങ്ങനെ തന്നെ എഴുതണം. ക്രിയേറ്റ് ചെയ്യാം. x = 14 26 കൂടെ കൂടുമ്പോൾ 40 വരും. അപ്പൊ 40/10 ഓർ 14 - 26. ഓക്കെ, അപ്പൊ -12 വരും. കാരണം വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. 26 ന് 14 കുറയ്ക്കുമ്പോൾ 12 വരും. വലുത് 26 ആണല്ലോ. അതുകൊണ്ട് -12/10. ഉത്തരം എന്ത് കിട്ടും? x = 40നെ 10 കൊണ്ട് കിട്ടുമ്പോൾ കേട്ടോ 4 എന്ന് കിട്ടും. ഓർ ഇതിനെ നമുക്ക് 2 വെച്ച് കിട്ടാം. അപ്പൊ -6/5 എന്ന് കിട്ടും കേട്ടോ. 2 12ൽ 2 6 തവണയുണ്ട്. 10ൽ 2 എത്ര തവണ? 5 തവണ. ഈ 2 10 6 2 12. അപ്പൊ -6/5 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് x. x എന്തായിരുന്നു? ഡിനോമിനേറ്റേഴ്സ് ആയിരുന്നു. x ഉം x + 2. ഓക്കെ, ഇഫ് x = ഇതിൽ ഈ വില നമുക്ക് 1/4 കിട്ടും. ഇഫ് x = -6/5 ആണെങ്കിൽ ഫ്രാക്ഷൻ ആരായിരിക്കും? അത് മാത്രം ചെയ്താൽ മതി. ഇപ്പോ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/-6/5 ആണ്. അപ്പൊ ഈ 5 മുകളിലോട്ട് പോലും ഉത്തരം വരും 5/-6 എന്ന് വരും കേട്ടോ. ഛേദത്തിന്റെ ഛേദം അംശമാകും കേട്ടോ. ഛേദത്തിൽ ഒരു ഫ്രാക്ഷൻ അതിനകത്ത് ഒരു ഛേദം ഉണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ തന്നെ ഒരു ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ ആ ഡിനോമിനേറ്റർ നമ്മൾ ന്യൂമറായിട്ട് കൊണ്ടുപോകും. അപ്പൊ ഈ 5നെ മുകളിലോട്ട് കൊണ്ടുപോകും. അപ്പൊ 1 × 5 5 ആണ്. 5/-6. ഈ വില സ്വീകാര്യമല്ല. അടുത്ത സ്റ്റെപ്പിൽ അതാണ് എഴുതേണ്ടത്. ഓക്കെ, വാല്യൂ ഏത് വിലയാണ് സ്വീകാര്യമല്ലാത്തത്? ഈ -6/5 എന്ന് പറയുന്നത് ഈസ് നോട്ട് അഡ്മിസിബിൾ. അതിന്റെ കാരണമൊന്നും എഴുതണ്ട. കാരണം മനസ്സിലായല്ലോ. ഇത് റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ, അതായത് 1/8 ചെയ്യാൻ നേരത്ത് ഇതിന്റെ ന്യൂമറേറ്ററിൽ 1 വരുന്നില്ല. അതുകൊണ്ട് അവർ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 1ഉം പിന്നെ ഡിനോമിനേറ്റർ ആണ് മറ്റൊരു സംഖ്യ. അതുകൊണ്ട് ഇത് അഡ്മിസിബിൾ അല്ല. Therefore ഫ്രാക്ഷൻസ് ആരൊക്കെ ഈക്വൽ ടു 1 4 കിട്ടിയത്. അപ്പൊ അതിനെ
ഛേദമായിട്ട് എഴുതുമ്പോൾ 1/4. അടുത്തത് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഛേദം 2 കൂട്ടുന്നതാണ്, അതായത് 1/4 + 2. ഇതായിരുന്നു നമ്മൾ ആദ്യം എഴുതിയത്. രണ്ട് ഫ്രാക്ഷൻസ്, ഒന്ന് 1/x പിന്നെ ഒന്ന് 1/x + 2. അപ്പൊ ഫ്രാക്ഷൻസ് ആരൊക്കെയാണ്? 1/4 1/6 ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഈ വില സ്വീകാര്യമല്ല. അതിന്റെ കാരണം മനസ്സിലായല്ലോ? ഓക്കെ, എല്ലാവരും എഴുതിയെടുക്കുക. ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ള കണക്കുകളെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ അവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്നുള്ള കണക്കുകളും നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും എല്ലാം കമന്റുകളായി രേഖപ്പെടുത്താം. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. പുതിയ കണക്കുകളുമായി ഞാൻ വീണ്ടും വരും, പുതിയ വീഡിയോ. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.